നമസ്കാരം. ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ആഗ്രഹം അതെന്തായാലും അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന പൊതുവെ സംസ്കാര സമ്പന്നമായ സമൂഹത്തിൻ്റെ ഒരു രീതി. ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾക്കൊപ്പമായിരിക്കില്ല അദ്ദേഹം ആഗ്രഹിച്ചത്, അതല്ലെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കൊപ്പമായിരിക്കില്ല നാട്ടുകാരുടെ വിശ്വാസം. പക്ഷെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കാൻ സമൂഹം ഒപ്പം നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം അതോടുകൂടി ഒരു മനുഷ്യൻ്റെ അവസാനത്തെ യാത്രയും അവസാനിക്കുകയാണ്. എന്നാൽ ഈ ലോകത്ത് വിയോജിപ്പുകൾക്കിടയിലും ആ മരണാനന്തര ചടങ്ങുകളിൽ നുഴഞ്ഞു കയറി മരിച്ചയാൾ ജീവിച്ചിരിക്കുമ്പോൾ ആഗ്രഹിച്ച മരണാനന്തര തീരുമാനങ്ങളെ തുരങ്കം വയ്ക്കുന്ന നീചമായ ഇടപെടൽ, മുതലെടുപ്പ്, അത്തരം കാഴ്ച നമ്മൾ അധികം കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് അസാധാരണമായി അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ആദരിക്കുന്ന തൊഴിലാളി നേതാവ് എം ലോറൻസിന്റെ ആഗ്രഹത്തെ രാഷ്ട്രീയ ദുരുപയോഗത്തിന് വേണ്ടി ബലി കൊടുക്കാൻ കുരുട്ടുബുദ്ധികൾ അദ്ദേഹത്തിന്റെ മകളിലൂടെ ശ്രമിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് RSS സഹയാത്രികയായി പിന്നീട് BJPക്കൊപ്പം ചേർന്ന ആശ എന്ന മകൾ വഴി ചിലർ എം ലോറൻസിന്റെ സംസ്കാര ചടങ്ങുകൾ അട്ടിമറിക്കാൻ ഒരുങ്ങി. അദ്ദേഹത്തിന്റെ മരണാനന്തര ആഗ്രഹം റദ്ദ് ചെയ്യുന്ന നീക്കത്തിലേക്ക് അവർ എത്തി. മരണാനന്തരം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹം പലരോടും പറയുകയും ചെയ്തിരുന്നു അത്രേ, മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടുകൊടുക്കണം എന്ന്. ലോകത്തിലെ ഉയർന്ന സാമൂഹ്യ വീക്ഷണമുള്ള അത്യപൂർവം ചിലർ മാത്രം ചെയ്തു വന്നിരുന്ന ഒരു കാര്യം, മരണത്തിലൂടെ പോലും അനശ്വരമായി മാറുന്ന കാഴ്ചപ്പാട്. എന്നാൽ ലോറൻസ് അങ്ങനെ അനശ്വരനാകണ്ട എന്ന് എവിടെയോ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അത് അട്ടിമറിക്കാനുള്ള ശ്രമവും അതിൻ്റെ തുടർച്ചയായി ഉണ്ടായി. അതിൻ്റെ പിന്നണിയിലിരുന്ന കളിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ മകളെ തന്നെ ഉപകരണമാക്കാനും കിട്ടി. അങ്ങനെ മൃതദേഹം വച്ചൊരു നീചമായ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പരസ്യമായി മകളിൽ നിന്ന് രക്ഷ തേടിയ ഒരു പിതാവിന് മരണശേഷവും അവരുടെ മുന്നിൽ അതേ അവസ്ഥ. അതിന് പിന്നൊരു വലിയ സംഘം. ഒടുവിൽ കോടതി കേസ് തീർപ്പാക്കി. അനാട്ടമി നിയമം വെച്ച് തീരുമാനിക്കാം എന്ന്. ഇപ്പോഴും അന്തിമ തീരുമാനം ആയിട്ടുമില്ല. അങ്ങനെ എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഉചിതമായ യാത്രയയപ്പിന് അർഹമായിരുന്ന ലോറൻസിൻ്റെ മൃതദേഹത്തോട് കാണിച്ചത് കേരളത്തിനാകെ അപമാനമായ സംഭവമാണ്. നാളെ മറ്റൊരു വീട്ടിൽ മരണമുണ്ടായാലും നുഴഞ്ഞു കയറി രാഷ്ട്രീയ ദുരുപയോഗത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ എത്തിയേക്കാം എന്ന മുന്നറിയിപ്പാണ് കൊച്ചിയിൽ ഇന്ന് നമ്മൾ കണ്ടത്. നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം മാത്രമല്ല, നിങ്ങളുടെ മൃതദേഹം എങ്ങനെ അടക്കണമെന്നും ഇനി ഞങ്ങൾ തീരുമാനിക്കും. അതിന് എന്ത് കളിയും കളിക്കും എന്ന നീചമായ തത്വശാസ്ത്രമാണ് അവിടെ ആക്ട് ചെയ്തത്. സംഘപരിവാർ കേന്ദ്രങ്ങൾ മരണാനന്തരം മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ലോറൻസ് നേരത്തെ പറഞ്ഞത് അറിയാവുന്ന കേന്ദ്രങ്ങൾ അതിനെതിരായ പ്രചരണം ആദ്യ ദിവസങ്ങളിൽ തന്നെ തുടങ്ങിയിരുന്നു. എല്ലാം CPMൻ്റെയും പിണറായി വിജയൻ്റെയും പരിപാടിയാണ് എന്ന പതിവ് ശൈലിയിൽ എളുപ്പത്തിൽ ചെലവാവുന്ന ആരോപണത്തിൽ തുടങ്ങിയായിരുന്നു വിദ്വേഷ പ്രചരണം ആരംഭിച്ചത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കുന്നത് മക്കളുടെ നിലപാടനുസരിച്ചായിരിക്കുമെന്നും പാർട്ടിക്കതിൽ പങ്കില്ലെന്നും CPM വ്യക്തമാക്കി. അതിനിടയിൽ CN മോഹനൻ തന്നെ അക്കാര്യം വിശദീകരിച്ചു. കുടുംബം നിശ്ചയിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിന് കൊടുക്കണം, ഈ ബോഡി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അതായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തെ പാർട്ടി അംഗീകരിച്ച് മാത്രമേ ഉള്ളൂ. അതിന് മതപരമായ ചടങ്ങ് വേണോ അല്ലെങ്കിൽ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അവർ നിശ്ചയിക്കേണ്ടതാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. കുടുംബത്തിൻ്റെ അകത്ത് ഇത്രയും ഉയർന്ന ഒരു നേതാവിനെ, ഇന്ത്യയാകെ അറിയപ്പെടുന്ന ഒരു നേതാവിൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള അവശേഷിക്കുന്ന 3 പേര്, അവർക്കൊരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. അത് ആ കുടുംബത്തിൻ്റെ അകത്തുള്ള ഒരാൾക്ക് തോന്നിയിട്ടുള്ള ഒരു വികലമായ ചിന്ത എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം 2 സഹോദരനും സഹോദരിയും ഒപ്പിട്ട് പേപ്പർ കൊടുത്തിരുന്ന സ്ഥാനത്ത് പിന്നീട് അവർ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? മതപരമായ ചടങ്ങ് വേണമെന്നാണോ? അത് അവർക്ക് ആലോചിച്ച് നിശ്ചയിക്കാമല്ലോ. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് ആവർത്തിക്കുകയാണ്. അതായത് ഈ സംസ്കാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് കുടുംബമാണ്. അതെങ്ങനെ കുടുംബം നിശ്ചയിക്കണോ അതിനോട് നമ്മൾ യോജിച്ച് നിൽക്കുന്നു. അഡ്വക്കേറ്റ് ML സജീവൻ, സുജാത ബോബൻ, അഡ്വക്കേറ്റ് ML എബ്രഹാം, ML ആശ എന്നിങ്ങനെ 4 മക്കളാണ് ലോറൻസിനുള്ളത്. അതിൽ എബ്രഹാം മരിച്ചു. ബാക്കി 3 മക്കളിൽ സജീവനും സുജാത ബോബനും പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അതുപ്രകാരം അവസാന നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോഴാണ് ചില സംഘപരിവാർ മാധ്യമങ്ങളുടെ അകമ്പടിയോടെ മതത്തിൽ പിടിച്ച് ഒരു കളി ആരംഭിച്ച കാര്യം നാട്ടുകാർ മനസ്സിലാക്കിയത്. ഇത് കമ്മ്യൂണിസ്റ്റുകളുടെ കളിയാണ് എന്നും പറഞ്ഞ് നീചമായ പ്രചരണത്തിന് സംഘപരിവാർ കേന്ദ്രങ്ങൾ നേതൃത്വം നൽകി. പ്രചരണത്തിൻ്റെ ക്ലൈമാക്സിൽ ആശയെ അവർ മൃതദേഹം പിടിച്ചു വയ്ക്കാനും ഇറക്കിവിട്ടു. ആശ എന്ന മകൾ അവസാന നിമിഷം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വന്ന ഘട്ടത്തിൽ കോടതിയിൽ പോയി പൊതുദർശനത്തിന് വച്ച മൃതദേഹം വച്ചെടുത്ത് മൃതദേഹവുമായി പിടിവലിക്ക് ഇറങ്ങിത്തിരിച്ചു.
അതേസമയം ചിലർ ഗാലറിയിലിരുന്ന് കളി നിയന്ത്രിച്ചു. BJP നേതാവ് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ ഈ ഘട്ടത്തിലാണ് പരസ്യമായി നിലപാട് വ്യക്തമാക്കിയത്. MM ലോറൻസ് അതിങ്ങനെയാണ്. MM ലോറൻസ് ജീവിതാന്ത്യത്തിൽ സഖാക്കളാൽ വേട്ടയാടപ്പെട്ടവനാണ്. ജീവിച്ചിരുന്ന ലോറൻസിനോട് ഒരു നീതിയും പിണറായിയും കൂട്ടരും ചെയ്തിട്ടില്ല. മരിച്ചു കഴിഞ്ഞ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അങ്ങ് ബഹുമാനിച്ച് കളയും മുമ്പ് അതൊക്കെ ഓർമ്മ വേണം. ഉണ്ടല്ലേ, ആ മുഷ്ടിയും മുദ്രാവാക്യവും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആശാ ലോറൻസിന് അപ്പൻ്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ മതാചാരപ്രകാരം അടക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കണം. അത് നീതിയാണ്. കോടിയേരിയുടെ മൃതദേഹത്തോടും പയ്യാമ്പലത്തെ മറവ് ചെയ്ത സ്ഥലത്തോടും കാണിച്ച അനാദരവ് കോടിയേരിയുടെ പത്നി തന്നെ ആക്ഷേപമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊരു വ്യാജമാണ്. ഇഷ്ടമില്ലാത്തവരുടെ ജഡത്തോട് പോലും അനാദരവ് കാണിക്കുന്ന കൊടിയ ക്രൂരന്മാരാണ് കേരളം ഭരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മൂപ്പർക്ക് ലോറൻസിനോട് ഭയങ്കര സ്നേഹമാണെന്ന്. എന്നാൽ അങ്ങനെയാണോ സ്ഥിതി? നമ്മൾ ആ വിചാരം ഉള്ളിൽ നിൽക്കുമ്പോൾ നാടിന് വേണ്ടി, തോട്ടിപ്പണിക്കാർക്ക് വേണ്ടി, ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ പ്രധാന കാലം തന്നെ മാറ്റിവെച്ച നേതാവിൻ്റെ മരണത്തിൽ സന്ദീപ് ജി വാര്യരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും സംഘപരിവാറുകാരും ഒക്കെ ഭയങ്കര ദുഃഖിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. കാരണം ഈ മൃതദേഹം സംസ്കരിക്കുന്നതിൽ പോലും ഭയങ്കരമായ അഭിപ്രായമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഫേസ്ബുക്കിൽ അവർ പോസ്റ്റൊക്കെ ഇടുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. സുരേഷ് ഗോപി വരെ ഉണ്ടല്ലോ. എന്നാൽ വെള്ളം കലക്കി മൃതദേഹത്തിൽ കൈവെക്കുന്ന പരിപാടിയെക്കുറിച്ച് മാത്രമായിരുന്നു സന്ദീപ് ജി വാര്യരുടെ പോസ്റ്റ്. അപ്പോൾ കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയേ വേണ്ട. എന്താണ് ലോറൻസിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യം എന്ന് നമുക്ക് വ്യക്തമായ ധാരണയിലെത്താൻ അത് സഹായിക്കും. ലോറൻസിൻ്റെ മകൻ സജീവൻ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് ഈ ഘട്ടത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പച്ചനെടുത്ത തീരുമാനമാണ്. അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. എൻ്റെ ബോഡി മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതാണ് താല്പര്യം എന്ന് എന്നോട് പറഞ്ഞു. അത് പ്രകാരമാണ് ഞാൻ പാർട്ടിയോട് പറഞ്ഞത്. അപ്പച്ചൻ്റെ ആഗ്രഹം അതാണ്, അതുപോലെ നടക്കണം. അങ്ങനെയാണ് പാർട്ടി അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ലോറൻസിന്റെ അന്ത്യാഭിലാഷം മുടക്കുന്നതിന് മകൾ ആശയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വക്കീലാണെന്നും ആ വക്കീൽ സംഘപരിവാർ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്നും അതാരാണ് എന്നും കൂടി മകൻ സജീവൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നേരത്തെ അപ്പച്ചൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യുന്നു വന്നിട്ട് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ. അതിൽ എനിക്കൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിക്കാരനാണ്, ഞാനപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയില്ല, ഞാനാണത് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് അന്നത്തെ ലോയർ ഒരു കൃഷ്ണരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റാണ്. കൃഷ്ണരാജ് മറ്റേ BJPയുടെ കുമ്മനം രാജശേഖരൻ, പിന്നെ സ്വപ്ന സുരേഷ്, ഇവരെയൊക്കെ ലോയറായി. അപ്പച്ചൻ അറിയായിരുന്നു ഈ കാര്യം. മകൻ ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ തന്നെ CPIM ഔദ്യോഗികമായി തങ്ങൾക്ക് കുടുംബത്തിൻ്റെ അഭിപ്രായം അതേതായാലും അതിനൊപ്പം നിൽക്കാനാണ് തീരുമാനം എന്ന് നിലപാട് എടുത്തു. എന്തായാലും സംഘപരിവാറിൻ്റെ ഈ വേട്ടയ്ക്ക് നിന്നുകൊടുക്കാൻ CPM തയ്യാറായില്ല. അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിദ്വേഷത്തിൻ്റെ പ്രചാരകർ ഭക്ഷണത്തിലും മൃതദേഹത്തിലും കൊത്താൻ അവസരം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതിനായി അവർ നേരത്തെ പണി തുടങ്ങുകയും ചെയ്യും. ലോറൻസിൻ്റെ മകളെ ആയുധമായി അവർക്ക് കിട്ടുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പേ കിട്ടി. നേരത്തെയും നല്ല ബോധമുള്ള കാലത്ത് തന്നെ MM ലോറൻസ് ഈ മകളെക്കുറിച്ച് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ മറ്റെന്തോ ഉദ്ദേശത്തോടെ ആശുപത്രിയിലെത്തി ബഹളം വെച്ച മകളെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടു. 2021 മെയ് 27 ലോറൻസ് നല്ല ബോധത്തിലിട്ട ഒരു പോസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ. എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച ബന്ധുക്കളും ഒക്കെയുണ്ട്. എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരാളെ. 4 മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിലായിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്നവണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി. ശേഷം എൻ്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ആൾ കൂടിയാണ് ആശ എന്ന മകൾ. ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാൻ എത്തിയ പ്രിയ സഖാവ് CN മോഹനൻ, അജയ് തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു. അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയോ ആശയുടെ മകനോ ഇതുവരെ നേടിയിട്ടില്ല. എൻ്റെ മറ്റ് മക്കൾ എന്നോട് അടുപ്പം പുലർത്തുകയും പരിചരിക്കാൻ തയ്യാറാവുകയും ചെയ്ത ബന്ധുക്കൾ, പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയാണ്. എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എൻ്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ
എന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ നല്ലതിന് വേണ്ടി ഒരിക്കലും ഈ മകൾ ഒന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുഷ്പ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് നല്ല ബോധത്തോടെ ഇരുന്ന 2021 MM ലോറൻസ് എടുത്ത നിലപാട്. അദ്ദേഹം ഫേസ്ബുക്കിലിട്ട കുറിപ്പ്. ഇപ്പോൾ മരണാനന്തരം ആ തൊഴിലാളി നേതാവിൻ്റെ അവസാന യാത്രയ്ക്കും അവർ തടസ്സം നിൽക്കുകയാണ്. ഒറ്റയ്ക്കല്ല, നേരത്തെ പറഞ്ഞതുപോലെ പിന്നണിയിൽ വലിയ സംഘം തന്നെയുണ്ട്. സബിൻ എ ജേക്കബ് നിരീക്ഷിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. സഖാവ് ജീവിച്ചിരുന്ന കാലത്ത് സ്വസ്ഥത കൊടുത്തിട്ടില്ല ആ മകൾ. രാഷ്ട്രീയമായി BJP പക്ഷത്താണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ ആശയെയും ഒരു കുഞ്ഞു മകനെയും കൂടി വമ്പന്മാർ പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് യോഗം വിളിച്ച് പരസ്യമായി പറഞ്ഞതും പ്രസംഗിച്ചതും ചേരുന്നതും മെമ്പർഷിപ്പ് വിതരണം ചെയ്തതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അങ്ങനെ പരസ്യമായി അവർ ആ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിന്തിക്കട വക്കീലിൻ്റെ കയ്യാളായി സ്വന്തം തന്തയുടെ ചേതനയറ്റ ശരീരത്തിന് വില പറയുന്നു. ഇന്ത്യയിലെ ഒരോഞ്ഞ നിയമം കാരണം ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ശരീരം മെഡിക്കൽ കോളേജിന്, മക്കളിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാനാവില്ല. മരിച്ചുപോയ ആളുടെ താല്പര്യത്തെക്കാൾ വില ജീവിച്ചിരിക്കുന്നവരുടെ ഇംഗിതങ്ങൾക്കാണ് നിയമം നൽകുന്നത്. അവരുടെ ചെറുപ്പകാലത്ത് പിതാവ് എന്ന സാമീപ്യം നൽകാൻ സഖാവിന് ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. തൊഴിലാളി സംഘാടനവും സമരവും ഒളിവിലും തെളിവിലുമുള്ള പാർട്ടി ജീവിതവും ഒക്കെയായി കുടുംബത്തിന് പുറത്തായിരുന്നിരിക്കണം. അതിനെല്ലാം കൂടി കണക്കു പറഞ്ഞ് തിരിച്ചു കൊടുക്കുകയാണ് മകൾ എന്ന് വേണം കരുതാൻ. അപ്പനെ തിരിച്ചറിയാത്ത മകൾ. RSSും കത്തോലിക്ക സഭയും ഒരു കാര്യത്തിൽ ശരിയായിരുന്നുവെന്ന് തോന്നും ചിലപ്പോഴൊക്കെ. രണ്ടിലും നേതൃപദവിയിലുള്ള ഫുൾ ടൈമേഴ്സ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണത്. ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ മൂലം അതിനിടെ ഉണ്ടായേക്കാവുന്ന പാളിച്ചകളൊക്കെ ഒതുക്കി തീർക്കാൻ അവർക്ക് വഴികളുണ്ട്. എന്നാൽ കുടുംബം എന്ന ഭാരമില്ല. അതുകൊണ്ട് തന്നെ വാത്സല്യത്തിനും ഉറ്റവരോടുള്ള ഉത്തരവാദിത്തങ്ങൾക്കും മുമ്പിൽ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല. അവരവരോട് നീതി പുലർത്താൻ പറ്റും. അതെത്ര മോശപ്പെട്ട കാര്യമാണെങ്കിലും. മരിച്ചു കഴിഞ്ഞ ഒരു ട്രേഡ് യൂണിയനിസ്റ്റിന് ഇല്ലാതെ പോകുന്നത് ആ അവസരമാണ്, സങ്കടകരമാണ് എന്നാണ് സബിൻ എ ജേക്കബ് പറയുന്നത്. ഇത് വെറുമൊരു മകളുടെ സഹോദരങ്ങളോടുള്ള പോരല്ല, കലിപ്പല്ല. കണ്ടു മനസ്സിലാക്കുന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമാകും. പിന്നിലൊരു വലിയ കളിയുണ്ടായിരുന്നു, സംഘപരിവാറിൻ്റെ മതരാഷ്ട്രീയ കുത്തിത്തിരിപ്പിൻ്റെ കളി. അത് പക്ഷേ ഇത്തവണ പാളിപ്പോയി. നിയമപ്രകാരം അതെന്തായാലും ചെയ്യാം എന്ന നിലപാടുകൂടിയായതോടെ തൽക്കാലത്തേക്ക് നാടിനൊരു ആശ്വാസമായി. പക്ഷേ ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ അടുക്കളയിൽ കയറി ഭക്ഷണം നിശ്ചയിച്ചവർ ഇനി വീട്ടിലെ മരണാനന്തര ചടങ്ങിലും കയറി കളിക്കും എന്ന മുന്നറിയിപ്പ്. മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ചിലപ്പോൾ അവർ വന്നു പറയും എന്ന മുന്നറിയിപ്പ്. നന്ദി, നമസ്കാരം.